അല്ല അപ്പൊ ഇതെന്താ ഇതിവിടെ കർക്കിടക കഞ്ഞിന്റെ കിറ്റ്. കഞ്ഞല്ല, അത് ആവശ്യമില്ലാത്ത സാധനം. അല്ല, ഇതാണ് കിറ്റ് ഇവിടുത്തെ കർക്കിടക കഞ്ഞിന്റെ കിറ്റാണ്. സാറേ ഇതാണ് ഇവര് കർക്കിടക കഞ്ഞിയുടെ കിറ്റ് എന്ന് പറഞ്ഞ് വെക്കണ സാധനം. നിങ്ങളിവിടെ ഈ ബിസിനസ് ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അതറിഞ്ഞിട്ടാണ് നല്ലത് കേട്ടോ. ഇതിൽ നിങ്ങൾ ഈ പൂവാങ്കുറുന്തല്, മുയൽ ചെവി, കറുക, കയ്യുണ്ണി, നിലപ്പന എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കച്ചവടം ചെയ്യണല്ലേ? അല്ലേ? ഉണ്ടോ അതില്? അതല്ലേ ആ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നൊന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ലട്ടോ. ഇവിടെ ആകെ ഇതിന്റെ അകത്ത് ഉലുവയും വെളുത്തുള്ളിയും ജീരകൊക്കെ എടുത്ത ഞങ്ങൾ. അതെ, ഈ വക തരികട കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഓരോ സീസണായി കഴിഞ്ഞാൽ ഓരോ കച്ചവടം എന്ന് പറഞ്ഞിട്ട് നടന്നു ജനങ്ങളെ പറ്റിക്കാൻ. ഇതിപ്പോ കർക്കിടക മാസമായപ്പോ കർക്കിടക കഞ്ഞി, കടത്തി ചികിത്സ. ഈ ആയുർവേദ ചികിത്സയെ ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നേടി അംഗീകൃതമായിട്ട് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അറിയോ? ഒരുപാട് വിദേശികളും നമ്മുടെ നാട്ടിലേക്ക് ഈ ചികിത്സാ രീതിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ മഹത്വം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങളെപ്പോലുള്ള ഫ്രോഡുകൾ കാരണം ഈ ചികിത്സ തന്നെ വേണ്ടാന്ന് വെക്കാൻ വരും. പറയരുതെന്ന് പറഞ്ഞാൽ, എടോ, ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതാ നശിപ്പിക്കുന്നത് നിങ്ങൾ. അതുകൊണ്ട് ഇതിവിടെ നിർത്തുക. ഇന്നത്തോടുകൂടി ഈ സ്ഥാപനം ഇവിടെ നിർത്തുക. ഇന്നെ പൂട്ടണം കേട്ടോ. ഇവിടെ ഉള്ള ഈ പച്ചമരുന്ന് നിങ്ങൾ ഇതിൽ കൂട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ കാണിച്ചത്. എന്താണ് എന്നോട് ഞങ്ങൾ ഒഴിയാൻ പറ്റിയ ആളുകളല്ല കേട്ടോ. ഞങ്ങൾ ഇതിന്റെ സ്പെഷ്യൽ സ്ക്വാഡാ. ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, അടക്കി. ഇന്ന് തന്നെ പൂട്ടണം, ഇപ്പൊ തന്നെ പൂട്ടണം. നമസ്കാരം, കർക്കിടക ചികിത്സാലയത്തിലേക്ക്. അതെ, എന്തോ പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പ് എന്താ പൂട്ടിച്ചെന്നോ? അങ്ങനെ പൂട്ടിയൊന്നുമില്ല. അന്വേഷണം നടക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ തന്നെ ചുമ്മാ ഒന്ന് പൂട്ടിയതാ. പൂട്ടിയോ? കുറച്ച് ദിവസത്തേക്ക്, പിന്നെ തുറക്കും. അപ്പൊ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോയിക്കോളാൻ ഗുരു പറഞ്ഞു. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അല്ല, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല, തൽക്കാലം ഇപ്പൊ പൂട്ടിയേക്കാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങള് 10 ദിവസമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള അഡ്വാൻസ് പൈസ അത് മതി. പൈസ ഇനി തരണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എവിടെ നിങ്ങളുടെ ഗുരുക്കൾ? എവിടെ? ഗുരു 2-3 ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? അപ്പൊ എന്റെ മന്മോടെ മൊയ്തു മന്മഥനെ ഒന്ന് കൊണ്ടുപോവാ. ഭാര്യ വന്നിട്ടുണ്ട്. ഇപ്പം വരുമായിരിക്കും. വരും. നോക്കിട്ടെ ഇവിടെ എത്തുമ്പോ പറയാൻ എവിടെ കാക്ക നോക്കണ പോലെ ഇരുത്താൻ പോണേ. അത് സാറിന് ഇവിടുത്തെ കഞ്ഞി പിടിക്കാത്തോണ്ട് വയറിന് എന്തോ ഒരു പ്രശ്നം. കഞ്ഞി അവളെ അമ്മൂമ്മയുടെ. അല്ല, കഴുത്ത് പിന്നെ തിരുമ്പുമ്പോ ഒന്ന് തിരിഞ്ഞു പോയതാ. ആയിക്കോളും മേഡം, അത് ആയിക്കോളും. ശരി, തന്നെ ആയിക്കോളും. ഇവന്മാരെല്ലാരും കൂടെ എന്റെ കഴുത്ത് പിടിച്ചോടിച്ചു. അത് തിരുമുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴാണല്ലോ ഇവിടെ പൂട്ടിയത്. ഇത് തുറക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം. ലണ്ടനിൽ നിന്ന് നിങ്ങൾ വന്നാ മതി. അപ്പൊ തന്നെ ശരിയാക്കി കൊടുക്കാം. അപ്പൊ ശരിയാക്കാന്നുള്ളൂ. ഇത് അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, അത് കുരുക്കൾ വന്നാലേ തിരിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് ശരിയാക്കാൻ ഇനി ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വരണോ? വേണ്ടി വരും. അപ്പൊ അതുവരെ സോറി മാൻ. മായം